ഈ മോഡൽ എക്സാമിന്റെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആശംസകൾ. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ്. ആദ്യത്തെ ചോദ്യം, The name of the wave associated with matter is called dash. ഉത്തരം ഡി ബ്രോഗ്ലി വേവ് ഓർ മാറ്റർ വേവ്. ഡി ബ്രോഗ്ലിയുടെ സിദ്ധാന്തപ്രകാരം എ വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എവറി മെറ്റീരിയൽ പാർട്ടിക്കിൾ ആൻഡ് ദ വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ ലാംഡ ഈക്വൽ ടു h/mv. h എന്നാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, m മാസ് ആണ്, v വെലോസിറ്റി ഓഫ് ദി മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്. രണ്ടാമത്തെ ചോദ്യം, ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് കോൾഡ് ഡാഷ്. ജോഗ്രഫിക് മെറിഡിയൻ എന്നതാണ് ഉത്തരം. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്തിന് വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലെയിൻ, അതിനെ പറയുന്ന പേര് ജോഗ്രഫിക് മെറിഡിയൻ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, what happens to the ray of light when it travels from rarer to denser medium? റിഫ്രാക്ഷൻ ആണിത്. ഒരു റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാതയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. ബെൻഡ്സ് ടുവേഴ്സ് ദി നോർമൽ എന്നതാണ് ഉത്തരം. റെയറർ ടു ഡെൻസർ ആണെങ്കിൽ bends towards the normal. denser to rarer ആണെങ്കിലോ bends away from the normal എന്നായിരിക്കും. ഓക്കെ. നാലാമത്തെ ചോദ്യം, which physical quantity is quantized in Bohr's second postulate? ബോറിന്റെ ആറ്റം മോഡൽ പ്രകാരം സെക്കൻഡ് പോസ്റ്റുലേറ്റില് ക്വാണ്ടൈസേഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? Angular momentum quantization mvr equal to nh/2π. Angular momentum mvr, n principal quantum number, h/2π, h Planck's constant. നമുക്ക് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അറിയാം, ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി അറിയാം. അതുപോലെ തന്നെ ഉള്ളൊരു ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്നത്. ബോറിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പഠിക്കേണ്ടതാണ്. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ഭാഗത്ത് നിന്നുള്ളതാണ്. ഇൻഫ്രാറെഡ് സ്പെക്ട്രം ലൈസ് ബിറ്റ്വീൻ ഏത് റീജിയനിലാണ് വരുന്നതെന്നാണ്. മൈക്രോവേവ് ആൻഡ് വിസിബിൾ റീജിയനിലാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രം വരുന്നത്. ആറാമത്തെ, when a ray of light enters a glass slab from air. ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വരുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന ചോയ്സുകളില് ഏതാണ് ശരി എന്നാണ് എഴുതേണ്ടത്. വേവ് ലെങ്ത് ഡിക്രീസസ് എന്നതാണ് ശരി ഉത്തരം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തേതായിട്ട് വന്നിരിക്കുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളം ഓഫ് ചാർജ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് Q ഈക്വൽ ടു NEയിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണിത്. ദെൻ N ഈക്വൽ ടു Q/E. Q എന്നത് 1 കൂളമാണ്. ഈ ഇലക്ട്രോണിക് ചാർജ് ആണ് 1.6 × 10⁻−19 കൂളം. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 6.25 × 10⁻18 ഇലക്ട്രോൺസ് എന്നായിരിക്കും. 1 മാർക്കിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നെയിം ദ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം വിച്ച് ഹാസ് ലീസ്റ്റ് വേവ് ലെങ്ത്. ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള സ്പെക്ട്രൽ സീരീസ് ഏതാണെന്നാണ് ചോദ്യം. ലൈമാൻ സീരീസ് എന്നതാണ് ഉത്തരം. 9 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതമാണ്. മൊത്തം 14 ചോദ്യങ്ങളുണ്ട്. അങ്ങനെ പരമാവധി 28 മാർക്ക് ഈ സെക്ഷനിൽ നിന്നും സ്കോർ ചെയ്യാവുന്നതാണ്. 9ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ട്, ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്.
Electric potential at any point in the electric field is the work done in moving a unit positive charge from infinity to that point. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കുന്നതിന് ആവശ്യമായി വരുന്ന വർക്ക് ഡൺ, അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ബി പാർട്ട്, give the relation between electric intensity and electric potential. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. E ഈക്വൽ ടു മൈനസ് dV/dx. ഇതിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ എന്ന് കിട്ടുന്നതാണ്. E ഈക്വൽ ടു മൈനസ് dV/dx എന്നോ V ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ വെക്ടർ E ഡോട്ട് വെക്ടർ dx എന്നോ പറയാവുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ട്, വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം, അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് V പ്രൊപ്പോർഷണൽ ടു L എന്ന് എഴുതാം. എന്താണ് V പ്രൊപ്പോർഷണൽ ടു L എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? Potential difference across any part of a uniform wire is directly proportional to the length of that portion when a constant current flows through the wire. ഒരു പൊട്ടൻഷ്യോമീറ്റർ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇക്കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. ഒരു യൂണിഫോം വയറിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ നീളത്തിന് ആനുപാതികമായിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആ വയറിൽ കൂടി കോൺസ്റ്റന്റ് കറന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ബി പാർട്ട്, റൈറ്റ് വൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് വീസ്റ്റേൺസ് ബ്രിഡ്ജ്. വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലാബിൽ ചെയ്യാനുള്ളത് മീറ്റർ ബ്രിഡ്ജ് ആണ്. മീറ്റർ ബ്രിഡ്ജ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ ലോ ഓഫ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് വെരിഫൈ ചെയ്യാനും ഒരു യൂണിഫോം വയറിന്റെ റെസിസ്റ്റിവിറ്റിയോ കണ്ടക്ടിവിറ്റിയോ ഒക്കെ കണ്ടുപിടിക്കാനും എല്ലാത്തിനും മീറ്റർ ബ്രിഡ്ജ് അപ്പാരറ്റസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. 11ാമത്തെ ചോദ്യം, എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 16 ohm. It is bent in the form of a circle. Find the effective resistance between 2 points on any diameter of the circle. നമുക്ക് 16 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ ഉണ്ട്. അത് സർക്കുലർ ഫോമില് ബെൻഡ് ചെയ്തിരിക്കുന്നു, വളച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ഡയമെട്രിക്കൽ ആയിട്ട് നോക്കുമ്പോ രണ്ട് എൻഡുകൾക്കിടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. ഇത് ഒരു പാരലൽ റെസിസ്റ്റൻസ് കോമ്പിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. 8 ohmഉം 8 ohmഉം പാരലൽ ആയിട്ട് വരുന്ന കണക്ഷൻ ആയിരിക്കും. 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നുള്ളതാണ് ഇക്വേഷൻ. 8 ohm വീതം എടുക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആറിന്റെ വാല്യൂ 4 ohm എന്ന് കിട്ടും. 12ാമത്തെ ചോദ്യം, എ സ്റ്റേഷനറി ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. സ്റ്റേഷനറി ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂവിംഗ് ചാർജ് ആണ്. 12ാമത്തതിന്റെ ബി പാർട്ട്, റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ Q ഇൻറ്റു വെക്ടർ V ക്രോസ് വെക്ടർ B എന്നതാണ്. Q ചാർജ് ഉള്ള ഒരു മൂവിംഗ് പാർട്ടിക്കിൾ B വെലോസിറ്റിയില് B മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ് F ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ V ക്രോസ് വെക്ടർ B എന്നത്. അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ QVB സൈൻ തീറ്റ. ഇതിനെ പറയുന്ന പേര് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നതാണ്. 13ാമത്തെ ചോദ്യം,
വാട്ട് ഈസ് ദി ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഫോർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്? അപ്പം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ക്യാപിറ്റൽ M എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ P/A എന്ന് കിട്ടുന്നതായിരിക്കും. P എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്, A എന്നുള്ളത് ഏരിയയാണ്. ഓക്കെ, 2L ഉം 2L രണ്ടിടത്തും ക്യാൻസൽ ആയി പോകുന്നതാണ്. 13ാമത്തെ ചോദ്യത്തിന്റെ B പാർട്ട്. ഗീവ് ദി റിലേഷൻ ബിറ്റ്വീൻ B ആൻഡ് H. B എന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, H എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഉത്തരം B equal to μ0H. B/H is a constant which is called the permeability of free space. അതാണ് റിലേഷൻഷിപ്പ് പ്രകാരം നമുക്ക് കിട്ടുന്നത്. 14ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, whenever the magnetic flux linked with the circuit changes, an EMF is induced in it. This EMF lasts so long as the magnetic flux change lasts. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് അനുസരിച്ച് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the magnitude of induced EMF is equal to the rate of change of magnetic flux linked with the circuit. രണ്ട് സ്റ്റേറ്റ്മെന്റും സാമ്യമുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്, പഠിക്കണം. 15ാമത്തെ ചോദ്യം. ഡ്രോ ദി റേ ഡയഗ്രാം ഫോർ എ കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസിംഗ് വെർച്വൽ ഇമേജ്. അപ്പോ കോൺവെക്സ് ലെൻസ് വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വിത്തിൻ ദി ഫോക്കൽ ലെങ്ത് ഓബ്ജക്റ്റ് വരുമ്പോഴാണ് വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക. കോൺവെക്സ് ലെൻസ് സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസ് എല്ലാം റിയൽ ആണ്, ഇൻവേർട്ടഡ് ഇമേജസ് ആയിരിക്കും. പക്ഷേ വിത്തിൻ ദ ഫോക്കൽ ലെങ്ത് ആണ് ഓബ്ജക്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റിന്റെ അതേ സൈഡിൽ തന്നെ വെർച്വൽ ഇമേജ് ഇറക്റ്റ് ആയിട്ടുള്ളത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിളായിട്ട് ഇത് പറയാവുന്നതാണ്. അടുത്തത് സ്റ്റേറ്റ് എനി ടു പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ എന്നതാണ്. ആറ്റംസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിലെല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റുകളാണ്, 4 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. 2 മാർക്കിന്റെ ചോദ്യമാകുമ്പോൾ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയായിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, an atom has a small positively charged core where the whole mass of an atom is supposed to be concentrated. This core is called the nucleus of the atom. ആറ്റത്തിന് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻട്രൽ കോർ ഉണ്ടായിരിക്കും. പോസിറ്റീവ് ചാർജ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെൻട്രൽ കോറിലായിരിക്കും. അതിനെ പറയുന്ന പേര് ന്യൂക്ലിയസ് എന്നാണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗവും എംറ്റി ആണ് എന്നാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. The electrons revolve around the nucleus in fixed orbits of definite radii. As long as the electron is in certain orbit, it does not radiate any energy. ഇപ്പൊ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് സ്റ്റെബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് വൺ, ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷനെ സംബന്ധിച്ചുള്ളതാണ്. Electrons can revolve only in those orbits in which its angular momentum is an integral multiple of h/2 pi. ഇത് ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. MVR equal to nh/2 pi, where n is the principal quantum number, h is the Planck's constant, m mass ആണ്, v velocity ആണ്, r radius of the circular orbit ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടി മനസ്സിലാവും.
നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എനർജി ഓഫ് റേഡിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഹയർ എനർജി ഓർബിറ്റ് ടു ലോവർ എനർജി ഓർബിറ്റ്. They emit energy equivalent to the energy gap in the form of radiation. അപ്പോൾ E2 എന്ന ഹയർ എനർജി ഓർബിറ്റിൽ നിന്നും E1 എന്ന ലോവർ എനർജി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഇൻ എനർജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള hν ആയിരിക്കും എനർജി റേഡിയേഷൻ ഉണ്ടാവുക. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഇസ് ന്യൂ ഈക്വൽ ടു E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ h എന്നതായിരിക്കും. ഓക്കെ, 17ാമത്തെ ചോദ്യം 2 ഭാഗങ്ങളുള്ളതാണ്. എ പാർട്ട് സ്റ്റേറ്റ് ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ. അതിന്റെ ഉത്തരം dN/dt പ്രൊപ്പോർഷണൽ ടു മൈനസ് ലാംഡ n എന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ആക്കി പറയുമ്പോൾ ഇങ്ങനെ പറയാം: The rate of disintegration of a radioactive substance is directly proportional to the number of atoms remain undecayed in the substance. Okay, rate of disintegration എന്നുള്ളത് number of atoms undecayedന് proportion ആയിട്ടായിരിക്കും എന്ന് പറയുന്നതാണ് law of radioactive decay. dN/dt equal to മൈനസ് ലാംഡ n. ലാംഡയെ പറയുന്ന പേര് ഡിസിന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് സമയം കഴിയുന്തോറും നമ്പർ ഓഫ് ആറ്റംസ് കുറയുന്നു എന്നതിനെയാണ്. ബി പാർട്ട്, വാട്ട് ആർ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ് ഓഫ് 92 യുറേനിയം 238. 92 യുറേനിയം 238 എന്ന് പറയുമ്പോൾ 92 നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇസഡ് ആ വാല്യൂ ആണ് 92. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസ് നമ്പറും നമ്പർ ഓഫ് പ്രോട്ടോൺസും അറിയാമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് A-Z ആയിരിക്കും. 238 മൈനസ് 92 ഈക്വൽ ടു 146. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇനി 18ാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. ഇൻ എ മാഗ്നറ്റിക് മെറിഡിയൻ ഓഫ് സർട്ടൻ പ്ലേസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0.26 ഗോസ് ആൻഡ് ദി dip angle is 60 degree. What is the magnetic field of the earth at this location? അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ B ഈക്വൽ ടു BH ബൈ കോസ് തീറ്റ എന്നുള്ളതാണ്. BHന്റെ വാല്യൂ തന്നിരിക്കുന്നത് 0.26 ഇൻറ്റു 10⁻⁴ ടെസ്ല എന്നതായിരിക്കും. 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁴ ടെസ്ല ആണ്. ഇനി തീറ്റ തന്നിരിക്കുന്നത് 60 ഡിഗ്രി ആണ്. സോ ആ വാല്യൂ കോസ് 60 കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 0.52 ഇൻറ്റു 10⁻⁴ ടെസ്ല എന്നതായിരിക്കും. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് അറ്റ് ദിസ് ലൊക്കേഷൻ വെയർ ദ ഡിപ്പ് ആംഗിൾ ഈസ് 60 ഡിഗ്രി എത്രയായിരിക്കും? 0.52 ഇൻറ്റു 10⁻⁴ ടെസ്ല ആയിരിക്കും. 19ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ട് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഗിവ് ദി പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ. പി പാർട്ട്, ഗിവ് ദ 2 എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. 4 പ്രധാനപ്പെട്ട ലോസസ് ആണ് സൂചിപ്പിക്കാനുള്ളത്. 1 റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ്സ്, 2 എഡി കറന്റ്സ്, 3 മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, 4 ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ 2 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് ഏതെങ്കിലും 2 എണ്ണം എളുപ്പമുള്ളത് എഴുതിയാൽ മതിയായിരിക്കും. 4 എണ്ണം തന്നിട്ടുണ്ട്. 20ാമത്തെ ചോദ്യം, ഡ്രോ ദി ഫേസർ ഡയഗ്രാം വിത്ത് V and I ഫോർ ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. നമുക്കറിയാം ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ വോൾട്ടേജ് VL എന്നെടുക്കുകയാണെങ്കിൽ VL ലാഗ്സ് I ബൈ π/2. വോൾട്ടേജ് കറണ്ടിനെ ലാഗ് ചെയ്യുന്നത് π/2ലായിരിക്കും. അപ്പൊ ഇവിടെ ഗ്രാഫ് അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് വരയ്ക്കുക. ബി പാർട്ട്, വാട്ട് ഈസ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ V and I ഇൻ ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്? നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. VL ലാഗ്സ് I ബൈ π/2 എന്നത്. സോ π/2 എന്നതാണ് ആൻസർ.
1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് കണ്ടു കഴിഞ്ഞത്. 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന്. Give two difference between nuclear fission and fusion. ഫിഷനും ഫ്യൂഷനും എന്താണെന്നുള്ളത് നമുക്കറിയാം. ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ സൂചിപ്പിച്ചാൽ മതിയാകും. ഫിഷൻ എന്നാൽ ഒരു ഹെവി ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാവുന്ന പ്രോസസ്സാണ്. 2 അതിലേറെയോ ലൈറ്റർ ന്യൂക്ലിയെ ഫ്യൂസ് ചെയ്ത് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷൻ ആയാലും ഫ്യൂഷൻ ആയാലും, അതായത് അണുവിഘടനമായാലും അണു സംയോജനമായാലും എനോർമസ് എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുക. മാസ് ഡിഫക്റ്റിന് തത്തുല്യമായ എനർജി ഐൻസ്റ്റൈന്റെ മാസ് എനർജി റിലേഷൻഷിപ്പ് പ്രകാരം എനർജി ആയിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ വ്യത്യാസം, ഫിഷൻ reaction does not normally occur in nature. Fusion reaction occurs in stars such as the sun. Fission reaction സാധാരണഗതിയിൽ പ്രകൃതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഫ്യൂഷൻ റിയാക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യനിൽ മാത്രമേ, അല്ലെങ്കിൽ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിലെ എനർജി റിലീസ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ്. 10⁸K അത്രയും ഉയർന്ന താപനില ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർസിലൊക്കെയാണ് ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവുക. മൂന്നാമത്തെ വ്യത്യാസം, ഫിഷൻ റിയാക്ഷൻ ഹൈ സ്പീഡ് ന്യൂട്രോൺസ് ആർ റിക്വയർഡ്. ഫ്യൂഷൻ റിയാക്ഷൻ ഹൈ ഡെൻസിറ്റി ഹൈ ടെമ്പറേച്ചർ എൻവയോൺമെന്റ് ഇസ് റിക്വയർഡ്. അപ്പോൾ ഫിഷൻ റിയാക്ഷന്റെ റിക്വയർമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ സ്പീഡുള്ള ന്യൂട്രോൺസ് ആണ് ഒരു ഹെവി ന്യൂക്ലിയസിനെ ബൊംബാർഡ് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. ഫ്യൂഷൻ റിയാക്ഷനിൽ പറയുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഒരു റിക്വയർമെന്റ് ആണ്. 10⁸K ഓർഡറിലുള്ള ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുപോലെ ഹൈ ഡെൻസിറ്റി എൻവയോൺമെന്റും ആവശ്യമാണ്. ഓക്കെ, 3 പറഞ്ഞു. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ മതിയാകും. 22ാമത്തെ ചോദ്യം, അതിന് 2 ഭാഗങ്ങളുണ്ട്. എ പാർട്ട്, വാട്ട് ഈസ് മെൻ ബൈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ the energy difference between the bottom of the conduction band and the top of the valence band is called forbidden energy gap. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് രക്ഷപ്പെട്ടു പോയാൽ മാത്രമേ കണ്ടക്ഷന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ അവൈലബിൾ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ എനർജി ഡിഫറൻസിനെ പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നത്. ബി പാർട്ട്, റൈറ്റ് എനി വൺ യൂസ് ഓഫ് സെനർ ഡയോഡ്. ഇത് 14ാമത്തെ അധ്യായമായ സെമി കണ്ടക്ടർ ഡിവൈസസിൽ വരുന്നതാണ്. സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. ഇതിപ്പം 1 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ എന്ന് മാത്രം സൂചിപ്പിച്ചാൽ മതിയാകും. ഓക്കെ, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി 3 മാർക്കിന്റെ സെക്ഷനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23 മുതൽ 34 വരെയുള്ളവയാണ് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. 12 എണ്ണം ഉണ്ട്. പരമാവധി 36 മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 23ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ട്, സ്റ്റേറ്റ് ഗോസസ് തിയറം. സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. The Gauss's theorem states that the electric flux through any closed surface in free space is equal to 1/epsilon 0 times net charge enclosed within the surface. അങ്ങനെ പറയാം. അല്ലെങ്കിൽ surface integral of the electric field over a closed surface in free space is equal to 1/epsilon 0 times the enclosed charge. അങ്ങനെ പറയാം. അതല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് സർഫസ് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ഈക്വൽ ടു 1/epsilon 0 എന്നും പറയാവുന്നതാണ്. 2 പാർട്ട് കൂടിയുണ്ട് ഈ ചോദ്യത്തിന്. അത് രണ്ടും നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എഴുതാവുന്നതാണ്. ബി പാർട്ട് നോക്കാം. ഗീവ് ദി ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫ്ലക്സ്
through the given surface when the angle between the electric field and the area is 45 degree. നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് d∅ ഈക്വൽ ടു E delta S cos theta എന്നതാണ്. ഈ ഇലക്ട്രിക് ഫീൽഡാണ്, ഡെൽറ്റ എസ് ഏരിയയാണ്. ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 45 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. കോസ് 45ന്റെ വാല്യൂ അറിയാം, 1/√2 ആണ്. സോ d∅ ഈക്വൽ ടു E delta S cos 45 ഈക്വൽ ടു E delta S divided by √2. C part. What is the flux through the surface if the surface is parallel to the lines of force? അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. When the surface is parallel, the area vector is perpendicular to the field direction. അപ്പോൾ സർഫസ് പാരലൽ ആയിട്ട് വരുമ്പം ആ സർഫസിന് നോർമൽ ആയിട്ടാണ് ഏരിയ വെക്ടർ എടുക്കേണ്ടത്. അപ്പോൾ ഫീൽഡ് ഡിറക്ഷനും നോർമൽ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ കോസ് തീറ്റ എന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഫ്ലക്സ് 0 ആയിരിക്കും. ഇതാണ് സി പാർട്ടിന്റെ ഉത്തരം. 24ാമത്തെ ചോദ്യം. ഫൈൻഡ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. നമുക്കിവിടെ ഡയഗ്രാം വരയ്ക്കണം. 3 കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കൊടുത്തിരിക്കുന്നതിന്റെ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്. സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്നതും കാണിച്ചിരിക്കുന്നുണ്ട്. So potential is the same across each capacitor when capacitors are connected in parallel. Okay, ചാർജ് ആണ് 3 കപ്പാസിറ്ററുകളിലും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്. അപ്പോ ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതാവുന്നതാണ്. പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് Q1 ഈക്വൽ ടു C1V, Q2 ഈക്വൽ ടു C2V, Q3 ഈക്വൽ ടു C3V. അപ്പൊ ഈ 3 കപ്പാസിറ്ററുകൾക്ക് പകരം ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റർ വെക്കുകയാണെങ്കിൽ അതിന്റെ Q വാല്യൂ Q ഈക്വൽ ടു CV എന്നതായിരിക്കും. അപ്പൊ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് CV ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V എന്നതാണ്. വി എല്ലായിടത്തും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോഴേക്കും പിന്നെ വരിക എന്താണ്? C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. So when 3 capacitors are connected in parallel, the effective capacitance is equal to the sum of the individual capacitances. Okay. 25ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ആണ്. സോളിനോയിഡിനെ സംബന്ധിക്കുന്നതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണ്. 3 മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഈ ക്വസ്റ്റ്യൻ. A solenoid of length 0.5 meter has radius 1 centimeter and is made up of 500 turns. It carries a current of 5 ampere. What is the magnitude of the magnetic field inside the solenoid? അപ്പൊ ഇത് സോളിനോയിഡിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. B ഈക്വൽ ടു μ0 Ni എന്നുള്ളതാണ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. μ0യുടെ ന്യൂമറിക്കൽ വാല്യൂ 4.10⁻⁻7 ആണ്. n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് 500 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് 0.5 ആണ്. സോ n ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 0.5. ഇനി I വാല്യൂ തന്നിരിക്കുന്നത് 5 ആംപിയർ കറന്റ് എന്നതാണ്. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 6.28 × 10⁻³ ടെസ്ല എന്ന് കിട്ടും. 3 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. 26ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് എലിമെന്റ്സ് ഓഫ് എർത്തിനെ സംബന്ധിക്കുന്നതാണ്. എ പാർട്ട്. നെയിം ദി ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള്, അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അതിനെ പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്നാണ്. ബി പാർട്ട്. ഡിഫൈൻ 2 മാഗ്നറ്റിക് എലിമെന്റ്സ് ഓഫ് ദി എർത്ത്. നമുക്ക് ഇത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് ദി മാഗ്നറ്റിക് മെറിഡിയൻ. പിന്നെ എ പാർട്ടിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നു. Dip at a place is the angle between the direction of the total intensity of
Earth's magnetic field that makes with the horizontal. അപ്പോ ഈ ഭാഗത്തിന്റെ ഡയഗ്രാം അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അന്നേരം കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോ ഈ ഡെഫിനിഷൻ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഡെഫിനിഷൻ കഴിയുന്നതും പഠിച്ചു വെക്കണം. ഓക്കെ. 27ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. AC ജനറേറ്ററിനെ സംബന്ധിക്കുന്നതാണിത്. ഡയഗ്രാം വരച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഡയഗ്രാം വരച്ചിട്ടില്ല. ഞാനത് ഡയഗ്രാം ഒക്കെ വെച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് തരാം. ഇപ്പൊ തൽക്കാലം ബ്രീഫായിട്ട് 3 മാർക്കിന്റെ ഒന്ന് നോക്കിക്കോളൂ. എ പാർട്ട്, നെയിം ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതാണ്. ബി പാർട്ട്, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് EMF ഇൻ ആൻ AC ജനറേറ്റർ. AC ജനറേറ്ററിലെ ഇൻസ്റ്റന്റേനിയസ് EMFന്റെ എക്സ്പ്രഷൻ E=E0 sin ωt അത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്നത് ϕ=NAB cos θ എന്നതാണ്. θ=ωt ആണ്. ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. N എന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. A ഏരിയ ഓഫ് ദി കോയിൽ ആണ്. B മാഗ്നറ്റിക് ഫീൽഡ് ആണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ് B എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇക്വേഷൻ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF E=-dϕ/dt ആണ്. ഫൈയുടെ വാല്യൂ ആണ് NAB cos ωt എന്നുള്ളത്. അപ്പോ -d/dt ഓഫ് ഫൈ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് NAB ഒമേഗ sin ωt എന്നതാണ്. ഒരു AC ജനറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം NAB ഒമേഗ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതാണ് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF and that is E0. Then we have the expression for the induced EMF E=E0 sin ωt. ഇത് ഞാൻ പിന്നീട് എടുത്തു തരാം ഡയഗ്രാം ഒക്കെ വരച്ചിട്ട്. ഇപ്പൊ തൽക്കാലം ഈ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് 2 പറയാനാണ് 28ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും 2 പഠിച്ചെഴുതുക. The electric field and the magnetic field are mutually perpendicular to each other and also perpendicular to the direction of propagation of the wave. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവ് പ്രൊപ്പഗേഷൻ ഡിറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുമെന്ന് പറയുന്നതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. അപ്പോ ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ നേച്ചർ പറയുന്നതിനെയാണ് ട്രാൻസ്വേഴ്സ് നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thus the electromagnetic waves are transverse in nature. രണ്ടാമത്തെ പ്രോപ്പർട്ടി, the electric vector of electromagnetic wave is responsible for the optical effects and is also called the light vector. അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇലക്ട്രിക് വെക്ടർ ഉണ്ടല്ലോ, അതാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. മാഗ്നറ്റിക് വെക്ടറിന് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ ഇലക്ട്രിക് വെക്ടറിന് പറയുന്ന പേര് അതുകൊണ്ട് തന്നെ ലൈറ്റ് വെക്ടർ എന്നാണ്. കാരണം ഇലക്ട്രിക് വെക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഒപ്റ്റിക്കൽ ഇഫക്ട്സ്. ലൈറ്റിന് കാരണമാകുന്ന ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നതാണ്. തേർഡ് പ്രോപ്പർട്ടി, in the region far away from the source, electric and magnetic fields oscillate in phase. അപ്പോ ഓസിലേഷനെ സംബന്ധിച്ചുള്ളതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓസിലേറ്റ് ചെയ്യും. അവ പരസ്പരം ഫേസിലായിരിക്കും. എവിടെ? ഇൻ ദ റീജിയൻ എവേ ഫ്രം ദി സോഴ്സ്. ഓക്കെ. അടുത്ത പ്രോപ്പർട്ടി, ദ വേവ്സ് ട്രാവൽ ഇൻ ഫ്രീ സ്പേസ് വിത്ത് എ സ്പീഡ് 3 × 10⁸ meter per second given by the equation C=1/√μ0ε0. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അവ ലൈറ്റിന്റെ വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുക എന്നുള്ളത്. ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁸ meter per second ആണ്. when we work out the value C=1/√μ0ε0, μ0യുടെ വാല്യൂ 4π × 10⁻⁻7 എന്നതാണ്. ε0യുടെ വാല്യൂ 8.85 × 10⁻12 ആണ്. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 × 10⁸ meter per second ആണ്. മാക്സ്വെലിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്. അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യമാണ്
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ലൈറ്റിന്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും എന്നുള്ളത്. ഇനി ഏതെങ്കിലും ഒരു മീഡിയത്തിലായിരിക്കുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എന്തായിരിക്കും? v = 1/√μ∈. അപ്പോ മ്യൂ എന്ന് പറഞ്ഞാല് μ0 μr ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാല് ε0 ε r ആണ് മീഡിയത്തില്. സോ നമുക്ക് മീഡിയത്തിലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ പറയാം: v = c/√μr∈r എന്നത്. ഓക്കെ, μr-ഉം ε0 മീഡിയത്തിനെ സംബന്ധിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് സൂചിപ്പിക്കാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ എളുപ്പമുള്ളത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. തുടരുന്നു. At any point of wave propagation, the ratio of electric and magnetic fields is equal to the velocity of the wave. c വെലോസിറ്റി ഓഫ് ദി വേവ് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി ആയിരിക്കും എന്നതാണ് ഒരു പ്രോപ്പർട്ടി. അടുത്തത്, ദീസ് വേവ്സ് ആർ ന്യൂട്രൽ, therefore they are not deflected by electric and magnetic fields. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി പറയുമ്പോൾ അവ ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിനോടോ മാഗ്നറ്റിക് ഫീൽഡിനോടോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. അടുത്ത പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഷോ ദി പ്രോപ്പർട്ടീസ് ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ ആസ് ദാറ്റ് ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ് വേവ്സ്. ലൈറ്റ് വേവ്സും ഹീറ്റ് വേവ്സും കാണിക്കുന്ന ഏതെല്ലാം പ്രോപ്പർട്ടീസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എക്സിബിറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ എന്നീ പ്രോപ്പർട്ടീസ് ആണ്. അടുത്ത പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി ആൻഡ് മൊമെന്റം ലൈക്ക് അതർ വേവ്സ്. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എനർജിയും മൊമെന്റവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് u/c എന്നുള്ളത്. ഓക്കെ, അടുത്തത്, ദേ എക്സേർട്ട് റേഡിയേഷൻ പ്രഷർ ഓൺ എ സർഫസ്. അപ്പോ റേഡിയേഷൻ പ്രഷർ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. വേറെ പ്രോപ്പർട്ടീസ് തന്നിരിക്കുന്നത് എനർജി ഡെൻസിറ്റിയെ സംബന്ധിക്കുന്നതാണ്. എനർജി ഡെൻസിറ്റിക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ടേംസിലെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. In an electromagnetic wave, the average values of electric energy density and magnetic energy density are equal. Electric energy density half ε0 e² ആണ്. മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി half b²/μ0 എന്നതാണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ വാല്യൂ ആയിരിക്കുമെന്നാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഒരു പ്രോപ്പർട്ടി കൂടി സൂചിപ്പിക്കുന്നു. ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് depends on the electric and magnetic properties of the medium in which these waves travel. ഏത് മീഡിയത്തിൽ കൂടിയാണോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാവൽ ചെയ്യുക അതിനനുസരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി മാറും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് വെക്ടേഴ്സ്. ഇപ്പൊ ഫീൽഡ് വെക്ടേഴ്സിന്റെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെയും ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ മീഡിയത്തിന് അനുസരിച്ച് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വ്യത്യാസപ്പെടും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി മാക്സിമം ഉള്ളത് വാക്വത്തിലാണ്. അതിന്റെ വാല്യൂ 3 × 10⁸ m/s എന്നതാണ്. 28ാമത്തെ ചോദ്യത്തിന്റെ ബി പാർട്ട്, ഗീവ് വൺ യൂസ് ഓഫ് റേഡിയോ വേവ്സ് എന്നതാണ്. ഉത്തരം, ഓസിലേറ്റർ സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ടാങ്ക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷനിലും എല്ലാം റേഡിയോ വേവ്സിന് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. 29ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ബ്രൂസ്റ്റേഴ്സ് ലോ. എ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ഈസ് യൂസ്ഡ് ആസ് എ പോളറൈസർ. ഫൈൻഡ് ദി പോളറൈസിംഗ് ആംഗിൾ. അപ്പോ ബ്രൂസ്റ്റേഴ്സ് ലോ എന്താണെന്ന് പറയണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. tan IP = n എന്നതാണ് ഇക്വേഷൻ. എന്താണ് tan IP? ടാൻജന്റ് ഓഫ് ദി പോളറൈസിംഗ് ആംഗിൾ is equal to
the refractive index of the material of the reflecting medium. അതാണ് tan ip equal to n എന്ന ബ്രൂസ്റ്റേഴ്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി പ്രോബ്ലം ആണ്. എ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6. സോ n ഈക്വൽ ടു 1.6 തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോളറൈസിംഗ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബ്രൂസ്റ്റേഴ്സ് ലോയില് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. tan ip ഈക്വൽ ടു 1.6 ആണ്. സോ polarizing angle IP equal to tan inverse 1.6. When you work out this, you will get the answer to be 58 degree. Okay? ഇനി നമുക്ക് 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ സംബന്ധിക്കുന്നതാണ്. Calculate the work function in electron volt for a metal given that the photoelectric threshold wavelength is 6800 angstrom. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ്. അതാണ് വർക്ക് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ φ0 ഈക്വൽ ടു h nu0 എന്നാണ്. nu0 ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. ത്രഷോൾഡ് വേവ് ലെങ്ത്തിന്റെ ടേംസിൽ nu0യെ c/λ0 എന്ന് പറയാം. where c is the velocity of light and λ0 is the threshold wavelength. ആ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ആങ്സ്ട്രത്തിലാണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 6.634 into 10⁻⁻34 into 3 into 10⁻8 divided by 6800 into 10⁻⁻10. ഉത്തരം ജൂളിൽ കിട്ടുന്നത് 2.925 into 10⁻⁻19 ജൂൾ എന്നാണ്. ഇലക്ട്രോൺ വോൾട്ടിലുള്ള ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁻19 ജൂൾ ആണ്. അതുകൊണ്ട് ജൂളിലുള്ള ആൻസറിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1.6 into 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക വർക്ക് ഫംഗ്ഷൻ φ0 ഈക്വൽ ടു 1.83 ഇലക്ട്രോൺ വോൾട്ട് എന്നായിരിക്കും. ക്ലിയർ? 31ാമത്തെ ചോദ്യം. ഇതും ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. മുമ്പൊരു ചോദ്യം ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു. ഇത് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് യൂസിംഗ് ഗോസസ് ലോ. സിമ്മട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗോസസ് ലോ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. നമുക്ക് ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് കാണേണ്ടത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ്. എക്സ് എന്ന പോയിന്റിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, എക്സ് ഡിസ്റ്റൻസിലുള്ള പോയിന്റിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസിലും എന്തുണ്ടായിരിക്കും? കറസ്പോണ്ടിങ് പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഗോഷ്യൻ സർഫസ് വേണം. ഗോഷ്യൻ സർഫസ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന് രണ്ട് തരത്തിലെടുക്കാം. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കാം. റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ഫേസസ് ഉണ്ടാകും? നമുക്കറിയാം 6 ഫേസസ് ആണ് ഒരു റെക്ടാംഗുലർ ബോക്സിനുള്ളത്. പ്ലെയിൻ ഷീറ്റിന് പാരലൽ ആയിട്ടായിരിക്കും 2 ഫ്ലാറ്റ് ഫേസസ് രണ്ട് സൈഡിലും ഉണ്ടാവുക. ആ ഫ്ലാറ്റ് ഫേസസിലെ പോയിന്റില് ആണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ 4 മുഖങ്ങളുള്ളത് എന്താന്ന് വെച്ചാൽ അവ പ്ലെയിൻ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 4 മുഖങ്ങളായിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഈ 4 മുഖങ്ങളിലും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് EDS cos θ എന്ന് പറയുന്നത് EDS cos 90 ഈക്വൽ ടു 0 ആയിരിക്കും.
പിന്നെ രണ്ട് ഫ്ലാറ്റ് ഫേസസില് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡിറക്ഷനിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് EDS cos 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു EDS. നമുക്ക് രണ്ട് ഫ്ലാറ്റ് ഫേസസ് ആണുള്ളത്. അപ്പൊ രണ്ട് ഫ്ലാറ്റ് ഫേസസിന്റെയും കൂടി ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ 2ES എന്ന് കൊടുക്കാവുന്നതാണ്. 2ES എന്നുള്ളതാണ് സർഫസ് ഇന്റഗ്രൽ E.ds എന്നതിന്റെ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്. മൂന്ന് ഫേസസും എടുക്കുമ്പോൾ, അതായത് രണ്ട് ഫ്ലാറ്റ് ഫേസസും പിന്നെ റെക്ടാംഗുലർ ബോക്സിന്റെ 4 പ്ലെയിൻ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 4 ഫേസസും കൂടി എടുക്കുമ്പോൾ കിട്ടുന്നത് സർഫസ് ഇന്റഗ്രൽ E.ds ന്റെ വാല്യൂ 2ES എന്നായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 × Q എന്നാണ് കൊടുക്കേണ്ടത്. 1/ε0 × Q എന്താണെന്ന് അറിയണം. Q എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എടുക്കുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു Q/S ആണ്, ഓർ Q ഈക്വൽ ടു സിഗ്മ S ആണ്. Therefore RHS എങ്ങനെ കൊടുക്കാൻ പറ്റും? 1/ε0 × Q എന്നതിന് പകരം സിഗ്മ S/ε0 എന്നാകും. സോ 2ES ഈക്വൽ ടു സിഗ്മ S/ε0 എന്ന് കിട്ടുന്നതായിരിക്കും. രണ്ടിടത്തും എസ് ക്യാൻസൽ ആയി പോകും. സർഫസ് എസ് ഏരിയ അത് ക്യാൻസൽ ആയിട്ട് പോകുമ്പോൾ പിന്നെ കിട്ടുന്നത് E ഈക്വൽ ടു σ/2ε0 എന്നായിരിക്കും. ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് എടുത്ത് വർക്കൗട്ട് ചെയ്താലും ഇത് തന്നെയാണ് വരുന്നത്. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിനാണെങ്കിൽ രണ്ട് ഫ്ലാറ്റ് ഫേസസിലെ ഏരിയ കൂട്ടിയെടുക്കുമ്പോഴത്തേക്കും 2ES എന്ന് കിട്ടും. കേർഡ് ഫേസിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് കൊണ്ട് കേർഡ് ഫേസിൽ ഫ്ലക്സ് 0 ആയിരിക്കും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിലും, പാരലലിപ്പിപ്പിൾ പോലുള്ള റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിലും രണ്ട് കേസിലും ഒരേ വാല്യൂ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് കിട്ടുന്നത്. ക്ലിയർ? 32ാമത്തെ ചോദ്യം, ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാൽ എന്തെന്ന് നമുക്കറിയാം. രണ്ട് പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് ചാർജസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, മറ്റൊന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അത് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയത്തില് വളരെ ചെറിയൊരു സെപ്പറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയാൻ സാധിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് D എന്ന് തന്നിട്ടുണ്ട്. A ആണ് ഏരിയ ഓഫ് ദി പ്ലേറ്റ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്ലസ് സിഗ്മയുടെയും മൈനസ് സിഗ്മയുടെയും മിഡിലിൽ വരുന്ന പോർഷനിലെ മാത്രം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്താൽ മതി. മറ്റ് ഭാഗങ്ങളിൽ, അതായത് മൈനസ് സിഗ്മ ഷീറ്റിന് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും പ്ലസ് സിഗ്മ ഷീറ്റിന് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും പോസിറ്റീവ് നെഗറ്റീവ് ഡിറക്ഷനിൽ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. ആ ഇൻ ബിറ്റ്വീൻ റീജിയനിൽ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് σ/ε0 ആയിരിക്കും. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു Q/A. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ Q/ε0A എന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ V ഈക്വൽ ടു E ഇൻറ്റു D. ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ V ഈക്വൽ ടു QD/ε0A എന്ന് കിട്ടുന്നതായിരിക്കും. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, C ഈക്വൽ ടു Q/V. ദാറ്റ് ഈസ് Q/QD/ε0A. ε0A ന്യൂമറേറ്ററിലേക്ക് പോകും, Qയും ക്യാൻസൽ ആയി പോകും. പിന്നെ കിട്ടുന്നത് ε0A/D എന്നായിരിക്കും. കപ്പാസിറ്റൻസ് ഓഫ് ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇൻ എയർ ഓർ വാക്വം കിട്ടുക. ഒരു മീഡിയത്തിലായിരിക്കുമ്പോൾ εr
വാല്യൂം കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. then C equal to epsilon 0 epsilon r a by d. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ മിനിമം സ്റ്റെപ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. 3 മാർക്കിന് നമ്മൾ ഡയഗ്രാം വരച്ച് ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതിയാകും. ഡയഗ്രാം കറക്റ്റ് ആയിരിക്കണം, സ്റ്റെപ്സും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, 33ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറന്റ് I ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദി ഫിഗർ. ഡയഗ്രാം ശരിക്കും മനസ്സിലാക്കണം. സപ്ലൈ വോൾട്ടേജ് 2 വോൾട്ട് ആണ്. 3 30 ഓം റെസിസ്റ്റൻസസ് ആണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഭാഗം കണ്ടോ? അതിന് അക്രോസ് ആയിട്ട് ഒരു 30 ഓം ഉണ്ട്. അതിന് പാരലൽ ആയിട്ട് വരുന്നത് 30 ഓം പ്ലസ് 30 ഓം സീരീസിലായിട്ടാണ് വരിക. അതായത് ഇവിടെ നമുക്ക് വരുന്നത് 30 ഓം സീരീസിലും പിന്നെ അതിന് പാരലൽ ആയിട്ട് ഒരു 60 ഓമും കൂടിയായിട്ടാണ് വരിക. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മുടെ 30 ഓം സീരീസിൽ വരുന്നതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 60 ഓം എന്നെടുക്കാം. പിന്നെ സർക്യൂട്ടിലെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഭാഗത്തിലെ എക്രോസ് ആയിട്ടുള്ള 30 ഓം അതിന് പാരലൽ ആയിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ എടുത്ത 60 ഓം കണക്ഷനും വരും. അങ്ങനെ വരുമ്പോ ഇഫക്റ്റീവ് പാരലൽ റെസിസ്റ്റൻസ് 1/R ഈക്വൽ ടു 1/60 പ്ലസ് 1/30 എന്നായിരിക്കും. അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് മൊത്തത്തില് 20 ഓം എന്നായിരിക്കും. ഓക്കെ, സോ റെസിസ്റ്റൻസ് അറിയാം, V വാല്യൂ അറിയാം. അങ്ങനെയാകുമ്പോൾ I ഈക്വൽ ടു V/R. സോ ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട് I ഈക്വൽ ടു 0.1 ആംപിയർ. വ്യക്തമാണല്ലോ അല്ലെ? ആംപിയർ സർക്യൂട്ടൽ ലോയും അതിന്റെ ആപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംപിയർ സർക്യൂട്ടൽ ലോ റിലേറ്റ്സ് ദ കറന്റ് ആൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ഇറ്റ്. ഒരു കറന്റ് ക്യാരിയിങ് എലിമെന്റ് DL കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് ആംപിയർ സർക്യൂട്ടൽ ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആപ്ലിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്നാണ്. സ്റ്റേറ്റ്മെന്റ് ആദ്യം നോക്കാം. എ പാർട്ട് സ്റ്റേറ്റ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഇന്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് ലൂപ്പ് വെക്ടർ B ഡോട്ട് വെക്ടർ DL ഈക്വൽ ടു μ0 I എന്നതാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ആംപിയർ സർക്യൂട്ടൽ ലോ റിലേറ്റ്സ് ദ ഇന്റഗ്രേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ടു ദി ഇലക്ട്രിക് കറന്റ് പാസിംഗ് ത്രൂ ദ ലൂപ്പ്. ഒരു ക്ലോസ്ഡ് ലൂപ്പില് I കറന്റ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ഇന്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് ലൂപ്പ് വെക്ടർ B ഡോട്ട് വെക്ടർ DL ഈക്വൽ ടു μ0 I. ഓക്കെ, ആപ്ലിക്കേഷൻ സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോളിനോയിഡ് ഒരു ചുറ്റുകോയിലാണ്. ചുറ്റുകോയിലിന് I കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. കൺസിഡർ എ ക്ലോസ്ഡ് പാത്ത് ഫോർ ദാറ്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലോസ്ഡ് പാത്ത് PQRS കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ PQRSലെ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. PQ, QR, RS, SP എന്നിങ്ങനെ 4 ആയിട്ട് പാത്തുകളെ ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. We consider a closed path PQRS. The line integral of the magnetic field B along the path PQRS is to be found out. സോളിനോയിഡിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, field outside the solenoid is 0 and that inside the solenoid is uniform. അപ്പോ PQ എന്നുള്ള ആ എലിമെന്റൽ ലെങ്ത് വരുന്നിടത്ത് മാത്രമേ ഫീൽഡ് യൂണിഫോം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ.
നമ്മുടെ QR എന്നുള്ള പോർഷൻ എടുത്താലും SP എന്നുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ ബിയും DLും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ cos 90 0 ആയിരിക്കും. പിന്നെ RS എന്നുള്ള ഭാഗം ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഫീൽഡ് 0 ആയിരിക്കും. സോ നമുക്ക് ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ LHSൽ കിട്ടുക ഇന്റഗ്രൽ ഓവർ ദി ലൂപ്പ് PQRS വെക്ടർ B ഡോട്ട് വെക്ടർ DL ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ PQ വെക്ടർ B ഡോട്ട് വെക്ടർ DL മാത്രമായിരിക്കും. മറ്റുള്ള ഭാഗങ്ങളെല്ലാം വെക്ടർ B ഡോട്ട് വെക്ടർ DL എന്നുള്ളത് 0 ആയിട്ട് പോകും. ഓക്കെ, ഇനി PQ എന്നുള്ള റീജിയനിൽ ബിയും DLും ഒരേ ഡിറക്ഷനിലാണ്. അതുകൊണ്ട് cos 0 1 ആണ്. ഓർ ഇന്റഗ്രൽ ഓവർ PQ വെക്ടർ B ഡോട്ട് വെക്ടർ DL എന്നുള്ളത് ഇന്റഗ്രൽ ഓവർ PQ BDL എന്നായിട്ട് മാറും. ഇന്റഗ്രൽ DL എടുക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ L ആയിരിക്കും കിട്ടുക. സോ B ഇൻറ്റു ക്യാപിറ്റൽ L എന്ന് വരുന്നതായിരിക്കും. ഇനി RHS എന്താ വരുന്നത്? RHSന്റെ ഭാഗത്ത് μ0I എന്നുള്ളതാണ്. വാട്ട് ഈസ് I? ടോട്ടൽ കറന്റ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് ടോട്ടൽ ലെങ്ത് L ആണ്. I കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത് എന്നെടുക്കുമ്പോഴേക്കും നമുക്ക് μ0I എന്നുള്ളത് μ0 സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ L ഇൻറ്റു I എന്ന് കിട്ടുന്നതായിരിക്കും. LHSും RHSും കിട്ടിക്കഴിയുമ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. μ0 NL ഇൻറ്റു I ഈക്വൽ ടു B ഇൻറ്റു L. Therefore, B equal to μ0 NI. So, this is the expression for the magnetic field along the axis of a solenoid. Okay. ഇപ്പം കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആയിട്ടുള്ള സോളിനോയിഡിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ B equal to μ0 NI എന്നതായിരിക്കും. Where N is the number of turns per unit length. മൊത്തം ടേൺസിന്റെ എണ്ണമല്ല, യൂണിറ്റ് ലെങ്തിലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിന് ആയിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, 35 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 മാർക്ക് വീതമാണ്. 7 ചോദ്യങ്ങളുണ്ട്. പരമാവധി 28 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് 35 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങൾക്ക്. എ പാർട്ട്, give the SI unit of capacitance. Capacitance E equal to Q by V. അതായത് 1 കൂളം പെർ വോൾട്ട്. ഇതിനെ പറയുന്ന പേര് 1 ഫാരഡ് എന്നാണ്. മൈക്കൽ ഫാരഡയോടുള്ള ബഹുമാനാർത്ഥമാണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോ FARAD എല്ലാം സ്മോൾ ലെറ്റേഴ്സിൽ വേണം എഴുതാൻ. നമുക്കറിയാം സയന്റിസ്റ്റിന്റെ പേര് യൂണിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എല്ലാ സ്മോൾ ലെറ്റേഴ്സിൽ വേണം എഴുതാൻ. സിമ്പിൾ ആയിട്ട് ക്യാപിറ്റൽ F എന്നും കൊടുക്കാറുണ്ട്. സോ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ബി പാർട്ട്, 2 capacitors of capacitance 2 microfarad and 4 microfarad are connected in series to a potential difference of 100 volts. Calculate the potential difference across each capacitor. ഇവിടെ നമുക്ക് 2 കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീരീസ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജ് ഈസ് സെയിം ആൻഡ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. സോഴ്സ് ആയിട്ട് കൊടുക്കുന്നത് 100 വോൾട്ട് ആണ്. സീരീസ് കപ്പാസിറ്റേഴ്സിന്റെ ഇഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 എന്നതാണ്. That is 1/2 plus 1/4. അതിൽ നിന്നും സിയുടെ വാല്യൂ കിട്ടുക 4/3 മൈക്രോ ഫാരഡ് എന്നാണ്. മൈക്രോ ഫാരഡിനെ ഫാരഡ് ആക്കുമ്പോൾ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4/3 മൈക്രോ ഫാരഡ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതില് 2 ഫാരഡ് 4 ഫാരഡ് എന്നാണ് തന്നിരിക്കുന്നത് കപ്പാസിറ്റർ വാല്യൂസ്. മൈക്രോ ഫാരഡ് ആണ്. ഫാരഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ യൂണിറ്റ് ആണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മൈക്രോ ഫാരഡ് പീക്കോ ഫാരഡ് ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് സർക്യൂട്ടുകളിൽ. ഇവിടെയും അത് മൈക്രോ ഫാരഡ് എന്നാണ്
മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ചാർജ് സെയിം ആണെന്ന്. അങ്ങനെയാകുമ്പോൾ Q ഈക്വൽ ടു CV വെച്ചിട്ട് ചാർജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാവുന്നതാണ്. 4/3 × 10⁻⁻6 അതാണ് സിയുടെ വാല്യൂ. V സോഴ്സ് വോൾട്ടേജ് 100 വോൾട്ട് ആണ്. അതിൽ നിന്നും 4/3 × 10⁻⁻4 കുളം എന്ന് കിട്ടുന്നതാണ് ചാർജിന്റെ വാല്യൂ. ഇനി ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P1 ഈക്വൽ ടു Q/C1, P2 ഈക്വൽ ടു Q/C2 വെച്ചിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. V1 ഈക്വൽ ടു Q/C1 എന്ന് കൊടുക്കുമ്പോൾ 4/3 × 10⁻⁻4 ഡിവൈഡഡ് ബൈ 2 × 10⁻⁻6 അതിന്റെ വാല്യൂ 66.67 വോൾട്ട് എന്നായിരിക്കും. V2 പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദി സെക്കൻഡ് കപ്പാസിറ്റർ ഓഫ് 4 മൈക്രോഫാരഡ് അത് എത്രയായിരിക്കും? Q/C2 ഈക്വൽ ടു 4/3 × 10⁻⁻4 ഡിവൈഡഡ് ബൈ 4 × 10⁻⁻6 ഈക്വൽ ടു 33.33 വോൾട്ട് ആയിരിക്കും. 36ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്. ബയോട്ട് സാവർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വേണം ഈ ചോദ്യത്തെ പരിഗണിക്കുവാൻ. എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത്ര ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇത് 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കറന്റ് ക്യാരിയിങ് ലൂപ്പ് ഉണ്ട്. ആ സർക്കുലർ ലൂപ്പാണത്. ആ സർക്കുലർ ലൂപ്പ് YZ പ്ലെയിനിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ സെന്റർ O ആണ്. I കറന്റ് ആണ് അതിൽ കൂടി പരിഗണിക്കുന്നത്. ഈ സർക്കുലർ ലൂപ്പ് കാരണം O എന്ന പോയിന്റിൽ നിന്നും X ആക്സിസിലെ P എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ബയോട്ട് സാവർട്ട് ലോ അപ്ലൈ ചെയ്യുന്നത് ഒരു കറന്റ് ക്യാരിയിങ് എലിമെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനാണ്. dB ഈക്വൽ ടു μ0/4π IDL sin θ ഡിവൈഡഡ് ബൈ R² എന്നുള്ളതാണ്. IDL sin θ ബൈ R² എന്നുള്ളത് IDL ബൈ R² എന്ന് മാത്രമായിട്ട് മാറും. കാരണം നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ R എടുക്കുമ്പോ അതിന്റെ വാല്യൂ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ R എന്ന് കാണിച്ചിരിക്കുന്ന വാല്യൂ നോക്കുക. അത് റൈറ്റ് ട്രയാങ്കിൾ BOP യുടെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ ഡിറക്ഷനിലാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R വരുന്നത്. ഈ R കറന്റ് ക്യാരിയിങ് എലിമെന്റ് DL എന്നുള്ളതും എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അല്ലെങ്കിൽ R-ന്റെയും DL-ന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് IDL sin θ ബൈ R² എന്നുള്ളത് IDL ബൈ R² എന്ന് മാത്രമായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ the magnetic fields at P due to the different elements will be in different directions. അപ്പം ഓരോ കറന്റ് ക്യാരിയിങ് എലിമെന്റ് കാരണവുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് P എന്ന പോയിന്റിലുള്ളത് ഡിഫറെന്റ് ഡിറക്ഷനിലായിരിക്കും ഉണ്ടാവുക. OP എന്ന് കാണിച്ചിരിക്കുന്ന ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മുടെ X ഡിസ്റ്റൻസ്, P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ OPക്ക് പാരലൽ ആയിട്ടുള്ള എല്ലാ മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണൻസും ആഡപ്പ് ചെയ്യും. അതേസമയം OPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. അത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവും ഉണ്ടായിരിക്കും. അപ്പോ OPക്ക് പാരലൽ ആയിട്ട് വരുന്ന കമ്പോണൻസ് ആഡപ്പ് ചെയ്തെടുക്കുമ്പോ വരുന്നത് dB sin θ ആയിരിക്കും. സോ ആ കമ്പോണൻസ് ആണ് നമുക്ക് ആഡപ്പ് ചെയ്തെടുക്കേണ്ടത്. B ഈക്വൽ ടു ഇന്റഗ്രൽ dB sin θ ഈക്വൽ ടു ഇന്റഗ്രൽ μ0/4π IDL sin θ ഡിവൈഡഡ് ബൈ R². ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ട്രയാങ്കിൾ ഏത് റൈറ്റ് ട്രയാങ്കിൾ ആണുള്ളത് കണ്ടുപിടിക്കാനുള്ളത്?
BOP എന്നുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണുള്ളത്. അതില് സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ R ബൈ സ്മോൾ r ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോ ആ വാല്യൂ കൊടുത്തു. μ0/4π I/r² ഇൻറ്റു ക്യാപിറ്റൽ R ബൈ സ്മോൾ r ഇൻറ്റു ഇന്റഗ്രൽ DL. ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പിന്റെ മൊത്തം നീളമാണ്. മൊത്തം നീളം എന്ന് പറയുന്നത് റേഡിയസ് r ആയിരിക്കുമ്പോൾ 2πr ആയിരിക്കുമല്ലോ. സോ വി ഹാവ് ദ വാല്യൂ μ0/4π I/r² ഇൻറ്റു ക്യാപിറ്റൽ R ബൈ സ്മോൾ r ഇൻറ്റു 2πr എന്ന് വരുന്നതായിരിക്കും. സോ ഇത് ക്യാൻസലേഷൻസും സിംപ്ലിഫിക്കേഷൻസും എല്ലാം കൊടുക്കുക. സ്മോൾ ആറിനെ നമുക്ക് സ്മോൾ ആറിന്റെ വാല്യൂവിനെ നമുക്ക് അറിയാവുന്ന ടേംസിൽ എഴുതണം. അതായത് ക്യാപിറ്റൽ ആറിന്റെയും എക്സിന്റെയും ടേംസിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അതിനും റൈറ്റ് ട്രയാങ്കിൾ BOP തന്നെ എടുക്കാം. അതിൽ നിന്നും സ്മോൾ r² ഈക്വൽ ടു r² പ്ലസ് x² ആണ് വരുന്നത്. സോ r³ എന്ന് വരുമ്പോഴേക്കും r² പ്ലസ് x² ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരുന്നതായിരിക്കും. സോ അവർ ഫൈനൽ എക്സ്പ്രഷൻ വിൽ ബി μ0/4π 2πr² into I divided by 4π into r² plus x² the whole raised to 3/2 എന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി അപ്രോക്സിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ x ഈക്വൽ ടു 0 എന്നുള്ളൊരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് B0യുടെ വാല്യൂ എന്ന് പറയുന്നത് μ0I/2r എന്നായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്രഷൻ വേണമെന്നുള്ളവര് ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സിന്റെ വീഡിയോ കാണണം. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന പാഠത്തിലെ 37ാമത്തെ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. എ പാർട്ട്, വാട്ട് ഈസ് മോഷണൽ EMF? ഒരു കണ്ടക്ടിംഗ് റോഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് വെച്ച് കഴിഞ്ഞാൽ അതില് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFനെ പറയുന്ന പേരാണ് മോഷണൽ EMF. മോഷണൽ EMF എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മോഷൻ കാരണം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആണ്. എന്താണ് മൂവ് ചെയ്യുന്നത്? നമ്മുടെ കണ്ടക്ടിംഗ് റോഡാണ് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അങ്ങനെ ടൈം ഇൻഡിപെൻഡന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടിംഗ് റോഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതില് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ വാല്യൂവിനുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദി ഇൻഡ്യൂസ്ഡ് EMF ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. മോഷണൽ EMFന്റെ ഡെഫിനിഷൻ പഠിക്കണം. An EMF induced by the motion of the conductor across the magnetic field is a motional EMF. Okay, അപ്പൊ ഇനി മോഷണൽ EMFനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടക്ടർ PQRS പരിഗണിക്കുന്നു. റെക്ടാംഗുലർ ഷേപ്പിലുള്ള കണ്ടക്ടറാണ് PQRS എന്ന് പറയുന്നത്. PQ എന്ന് പറയുന്ന സൈഡ് അത് ഫ്രീ ടു മൂവ് ആണ്, അതിനെ ചലിക്കാൻ സാധിക്കുന്നതാണ്. ഈ PQ എന്ന് പറയുന്ന സൈഡ് ലെഫ്റ്റിലേക്ക് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി Vയില് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡയഗ്രാം നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഇൻറ്റു മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നു, നോക്കിക്കോളൂ. അത് നമ്മുടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ റെക്ടാംഗുലർ ലൂപ്പ് PQRS വെച്ചിരിക്കുന്നത്. PQ എന്ന സൈഡ്, കണ്ടക്ടറിന്റെ സൈഡ് ലെഫ്റ്റിലേക്ക് V വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതാണ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. L-ഉം X-ഉം കാണിച്ചിരിക്കുന്നത് നോക്കുക. ലെങ്ത് RQ equal to X and RS എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗമാണ് L. ഇപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടക്ടർ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്ലക്സ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്
നമ്മുടെ ഗോസസ് തിയറം തരുന്നതാണ് ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ബി ഡോട്ട് എ എന്നുള്ള വാല്യൂ ആണ്. ബി ഡോട്ട് എ എന്ന് പറയുന്നത് ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് BLX ആയിരിക്കും. ഇവിടെ തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഇൻടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുമ്പോൾ ആ സൈഡിലേക്കുള്ള ഏരിയയുടെ കമ്പോണന്റ് ആണ് എടുക്കേണ്ടത്. ഏരിയ വെക്ടറിന്റെ ഡിറക്ഷൻ ഇൻടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ് എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോഴേക്കും തീറ്റ ഈക്വൽ ടു 0 വരും. ബി ഡോട്ട് എ എന്നുള്ളതില് BA എന്ന് തന്നെ വരും. BA എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇവിടെ ഏരിയ വരുന്നത് നമ്മുടെ റെക്ടാംഗുലർ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം L ഇൻറ്റു എക്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കിനി ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഡ്യൂസ്ഡ് EMF ലെൻസസ് ലോ പ്രകാരമാണ് കണ്ടുപിടിക്കുന്നത്. E ഈക്വൽ ടു -dφ/dt എന്നുള്ളതാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇക്വേഷൻ മാത്രം പറയുന്നു. ഈ ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു -dφ/dt. ഇവിടെ എന്താണ് വേരി ചെയ്യുന്നത്? ഇവിടെ വേരി ചെയ്യുന്നത് എക്സ് ആണ്. കാരണം എക്സിനെ സംബന്ധിച്ചിടത്തോളമാണ് v വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ഓക്കെ, അവർ road PQ is moved towards the left with a constant velocity v എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ PQ മൂവ് ചെയ്യുന്നത് എക്സ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സിനാണ് സമയത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്നത്. നമ്മുടെ -dφ/dt എന്നുള്ള ഭാഗത്ത് ഫ്ലക്സിന് BLX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയും എല്ലും കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. പിന്നെ dx/dt ആണ് എടുക്കേണ്ടത്. dx/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ വെലോസിറ്റി. സോ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു -BLV എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, -BLV. വളരെ ബ്രീഫായിട്ട് അത്യാവശ്യമുള്ള സ്റ്റെപ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡയഗ്രാം വൃത്തിയായിട്ട് വരയ്ക്കുക, മോഷണൽ EMFന്റെ ഡെഫിനിഷൻ പറയുക. E ഈക്വൽ ടു -dφ/dtയില്, അതായത് ലെൻസസ് ലോയില് ഫൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. dx/dtക്ക് പകരം വെലോസിറ്റി എന്ന് കൊടുക്കുക. അത്രയും മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഫൈനൽ ആൻസർ ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ തൽക്കാലം ഞാനിത് പറയുന്നുള്ളൂ. ഇൻഡ്യൂസ്ഡ് EMFന് ഡിറക്ഷനും കൂടി ഉള്ളതാണ്. വളരെ എളുപ്പമുള്ള ഒരു ഡെറിവേഷനാണ് 38ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും പരീക്ഷയ്ക്ക് പൊതുവെ എഴുതി കാണാറുള്ള ഒരു ചോദ്യം കൂടിയാണിത്. ഡിറൈവ് ദി മിറർ ഫോർമുല ഫോർ എ കോൺകേവ് മിറർ. നമ്മുടെ കോൺകേവ് മിറർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ കോൺകേവ് മിററില് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് സിയുടെ അപ്പുറത്തായിട്ട് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇമേജ് ഫോം ചെയ്യുക സിക്കും എഫിനും ഇടയിലായിട്ടായിരിക്കും. ഇപ്പൊ റിഫ്ലക്റ്റഡ് റേസ് B' എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് ഇമേജ് ഫോം ചെയ്യുന്നത് റിയൽ ഇമേജ് ആയിരിക്കും. ഇവിടെ നമ്മൾക്ക് മാത്തമാറ്റിക്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോഴേക്കും ഫൈനൽ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഒരു ചെറിയ സൈൻ കൺവെൻഷനും കൂടി കൊടുത്താൽ മാത്രം മതിയാകും. ഓക്കെ, നമുക്ക് A', B', F അതുപോലെ DPF എന്നീ രണ്ട് ട്രയാങ്കിളുകൾ പരിഗണിക്കാം. DPF എന്നുള്ള ട്രയാങ്കിൾ ആയിട്ട് തന്നെ പരിഗണിക്കാൻ കാരണം മാർജിനൽ റേസ് ആയിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ DP എന്നുള്ളത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ A', B' ഡിവൈഡഡ് ബൈ PD ഈക്വൽ ടു A', F ഡിവൈഡഡ് ബൈ PF എന്ന് കിട്ടുന്നതായിരിക്കും. ഇനി A', അതിന്റെ വാല്യൂ എത്രയാണ്? A', എന്ന് പറഞ്ഞാൽ PA' മൈനസ് PF ആണ്. ഇനി നമ്മുടെ ഡയഗ്രത്തിൽ നോക്കിക്കോളൂ. PD എന്ന് പറയുന്നതും AB എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്.
ഓക്കെ, അതിന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്കും PD എന്നാലും AB എന്നാലും ഒന്ന് തന്നെയായിരിക്കും. അപ്പോ ഇക്വേഷൻ 1 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് എടുക്കണം. അതാണ് ABP, അതുപോലെ A', B', അത് രണ്ടും എടുത്തു കഴിയുമ്പോൾ A', B' ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു PA' ഡിവൈഡഡ് ബൈ PA എന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആയി കഴിഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻസിനെയും കമ്പയർ ചെയ്യാം. രണ്ടിന്റെയും LHS A', B' ഡിവൈഡഡ് ബൈ AB ആണ്. അതുകൊണ്ട് RHSകൾ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. PA' മൈനസ് PF ഡിവൈഡഡ് ബൈ PF that is equal to PA' divided by PA എന്നതാണ്. ഇനി നമുക്ക് ഈ വാല്യൂസിനെല്ലാം നമുക്കറിയാവുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഇൻസിഡന്റ് റേയുടെ ഡിറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് U, V, R, F ഇതെല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ടെല്ലാം എന്തായിരിക്കും, പോളിൽ നിന്ന് മെഷർ ചെയ്യുമ്പോഴത്തേക്കും ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് U നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ V നെഗറ്റീവ് ആയിരിക്കും, F നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ Rഉം നെഗറ്റീവ് ആയിരിക്കും. സോ PA ഈക്വൽ ടു -U ഒബ്ജക്ട് ഡിസ്റ്റൻസ്, PC ഈക്വൽ ടു -R റേഡിയസ് ഓഫ് കർവേച്ചർ, PA' equal to -V image distance, PF equal to -F focal length. അപ്പോ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -V minus of -F divided by -F equal to -V by -U. ഇനി റീഅറേഞ്ച്മെന്റ്സ് മാത്രം കൊടുത്താൽ മതി. ദാറ്റ് ഈസ് V by F minus 1 equal to V by U എന്ന് കിട്ടുന്നതായിരിക്കും. എല്ലാം V വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ 1/F മൈനസ് 1/V ഈക്വൽ ടു 1/U എന്ന് കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഈസ് 1/F ഈക്വൽ ടു 1/U പ്ലസ് 1/V. ആൻഡ് ദിസ് ഈസ് ദി മിറർ ഫോർമുല ഫോർ എ കോൺകേവ് മിറർ. ഓക്കെ, 39ാമത്തെ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. എ പാർട്ട് സ്റ്റേറ്റ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഹൈജീൻസ് പ്രിൻസിപ്പിളിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ 2-3 സ്റ്റേറ്റ്മെന്റുകളിലാക്കി പറയണം. നമ്മള് ഒരു കുളത്തിൽ ഒരു കല്ലെടുത്തെറിയുമ്പോൾ ചുറ്റോളങ്ങൾ ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെയാണ് ഹൈജീന്റെ തിയറി പ്രകാരം പ്രകാശത്തിന്റെ വേവ് ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഒരു കല്ലെടുത്തിടുമ്പോഴേക്കും കുളത്തില് നമുക്ക് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് അതിനെ വിചാരിക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ചുറ്റോളങ്ങൾ ഉണ്ടാവുന്നത് സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. ആ സ്പെറിക്കൽ ഷേപ്പിലുള്ള ചുറ്റോളങ്ങളെ വേവ് ഫ്രണ്ടുകൾ എന്ന് പറയാൻ പറ്റും. ഈച്ച് പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ്. ഓരോ പോയിന്റും ഡിസ്റ്റർബൻസിന് കാരണമാകുന്നു. The new disturbance from each point spread out in all directions with the speed of light and are called as secondary wavelets. അപ്പൊ ഈ ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രകാശത്തിന്റെ പ്രവേഗത്തിലായിരിക്കും എന്നാണ് ഹൈജീന്റെ തിയറി പ്രകാരം പറയുന്നത്. അത് കറക്റ്റുമാണ്. ഇപ്പം ഈ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസിൽ നിന്നും സെക്കൻഡറി വേവ്ലെറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നാണ് ഹൈജീന്റെ സെക്കൻഡ് പോസ്റ്റേറ്റ് പറയുന്നത്. ഇനി ഈ വേവ്ലെറ്റുകളുടെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ പുതിയൊരു വേവ് ഫ്രണ്ട് ആയിരിക്കും. ദ സർഫസ് ടാൻജന്റ് ഓഫ് ദീസ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ഇൻ ഫോർവേഡ് ഡിറക്ഷൻ ഗീവ്സ് എ ന്യൂ വേവ് ഫ്രണ്ട്. ഫോർവേഡ് ഡിറക്ഷനിലും ബാക്ക്വേർഡ് ഡിറക്ഷനിലും വേവ് ഫ്രണ്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഹൈജീന്റെ തിയറി പ്രകാരം ഫോർവേഡ് ഡിറക്ഷനിലുള്ള വേവ് ഫ്രണ്ട് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം. Based on Hygiene's wave theory of light, show that angle of incidence is equal to angle of reflection. അപ്പം
ലോസ് ഓഫ് റിഫ്ലക്ഷനില് ഐ ഈക്വൽ ടു ആർ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് കാണിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഡയഗ്രാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ എം എൻ എന്ന് കാണിച്ചിരിക്കുന്നത് റിഫ്ലക്റ്റിംഗ് ഫേസ് ആണ് എം എൻ. പിന്നെ എ സി എന്നീ 2 പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നോർമല് വരച്ചിരിക്കുന്നത് ബിയിൽ നിന്നും ഇയിൽ നിന്നുമാണ്. ഡയഗ്രാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇൻസിഡന്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് റേ എ ഇ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലെ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഡയഗ്രാം വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഐ ഈക്വൽ ടു ആർ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈമിനെ ടോ എന്ന ഗ്രീക്ക് ആൽഫബറ്റ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അറ്റ് ടൈം ടോ ഈക്വൽ ടു 0 നമ്മുടെ വേവ് ഫ്രണ്ട് എ ബി എന്നുള്ളത് എം എൻ എന്ന റിഫ്ലക്റ്റിംഗ് സർഫസിനെ ടച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് ടി സമയം കൊണ്ട് ബി പോയിന്റിൽ നിന്നും സി പോയിന്റിലേക്ക് ലൈറ്റ് വേവ് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്നത് എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ. സോ വി സി ഈക്വൽ ടു വി ഇൻറ്റു ടോ ആയിരിക്കും. ഓക്കെ, ഈ ടൈം ഇന്റർവെൽ കൊണ്ട് എയിൽ നിന്നും ഇ എന്ന പോയിന്റിലേക്ക് പ്രകാശം എത്തിച്ചേരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എ ഇ ഈക്വൽ ടു വി ടോ എന്ന് പറയാവുന്നതാണ്. ഇനി റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എടുക്കാം. എ ബി സി എടുക്കുമ്പോൾ സൈൻ ഐ ഈക്വൽ ടു ബി സി ബൈ എ സി ആയിരിക്കും. ബി സിയുടെ വാല്യൂ വീറ്റോ ആണ്. എ സി അങ്ങനെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ വീറ്റോ ഈക്വൽ ടു എ സി സൈൻ ഐ എന്ന് കിട്ടുന്നതാണ്. ഇനി അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എ സി ഇ എടുക്കാം. അതിൽ നിന്നും സൈൻ ആർ ഈക്വൽ ടു എ ബൈ എ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വീറ്റോ ഡിവൈഡഡ് ബൈ എ സി ഓർ വീറ്റോ ഈക്വൽ ടു എ സി സൈൻ ആർ. രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടും വീറ്റോനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ഡിസ്റ്റൻസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എ സി സൈൻ എ ഈക്വൽ ടു എ സി സൈൻ ആർ. സോ ഐ ഈക്വൽ ടു ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വളരെ എളുപ്പത്തിൽ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഡയഗ്രാം വരയ്ക്കാൻ നന്നായിട്ട് പഠിക്കുക. ഈ ട്രയാങ്കിൾ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതിൽ നിന്നും മാത്തമാറ്റിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ഐ ഈക്വൽ ടു ആർ എന്ന് പ്രൂവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി 40ാമത്തെ ചോദ്യമാണ്. എ പാർട്ട്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ റെക്ടിഫയർ? ബി പാർട്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹൗ ഡയോഡ് ആക്ട്സ് ആസ് എ റെക്ടിഫയർ. അപ്പോൾ ഇപ്രാവശ്യം സെമി കണ്ടക്ടർ ഡിവൈസസിൽ നിന്ന് റെക്ടിഫിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈ ഉത്തരം കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് നോക്കാം. റെക്ടിഫയർ എന്നാൽ എന്താണ്? എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഒരു ഡയോഡിന്റെ റെക്ടിഫയിങ് ആക്ഷൻ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുമ്പോൾ കണ്ടക്ട് ചെയ്യും. അതായത് ഡയോഡിന്റെ പോസിറ്റീവ് സെല്ലിന്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവിനോടും കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഫോർവേഡ് ബയസിംഗ് ഉണ്ടാവുക. അപ്പോ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇനി ഡയോഡിന്റെ പോസിറ്റീവും സെല്ലിന്റെ നെഗറ്റീവുമായിട്ട് വരുമ്പോൾ റിവേഴ്സ് ബയസിംഗ് ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവില്ല. ഒരൊറ്റ ഡയോഡ് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഓക്കെ, ഡയഗ്രാം നോക്കുക. നമുക്കിവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് എ സി കൊടുത്തിരിക്കുന്നത് നോക്കുക. ഔട്ട്പുട്ട് ഡി സി, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമുള്ള ഔട്ട്പുട്ട് ഡി സിയും നോക്കുക. During the positive half cycle of the input signal, A is at a higher potential with respect to B. അപ്പോൾ ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന്. ഫോർവേഡ് ബയാസിംഗ് ആവുമ്പോൾ കറന്റ് ഫ്ലോ ഉണ്ടാകും. ഔട്ട്പുട്ട് നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് RL നെ അക്രോസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും.
ഇനി നെഗറ്റീവ് ഹാഫ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നലിൽ വരുമ്പോൾ എ എന്ന് പറയുന്ന എൻഡ് ലോ പൊട്ടൻഷ്യലിലായിരിക്കും. അന്നേരം പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയോസ്ഡ് ആയിരിക്കും. റിവേഴ്സ് ബയോസ്ഡ് ആയിരിക്കുമ്പോൾ കറന്റ് ഫ്ലോ ഉണ്ടാവുകയില്ല. അപ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് RL അക്രോസ് ആയിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുകയില്ല. അപ്പോ ഇത് ഓരോ സൈക്കിളിലും റിപ്പീറ്റ് ചെയ്ത് വരിക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് വിശദീകരിക്കാനാവും. ഇതാണ് ഒരൊറ്റ ഡയോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്ടിഫയിങ് ആക്ഷൻ. ഓക്കെ, 41ാമത്തെ ചോദ്യത്തിന് 3 ഭാഗങ്ങളുണ്ട്. എ പാർട്ട്, ഡിഫൈൻ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. വളരെ സിമ്പിൾ ആണ് ഈ കാര്യം. പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദ ലൈറ്റ് റേസ് ട്രാവലിംഗ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് കൺവേർജ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദി ലെൻസ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ മുതലേ വരച്ചിട്ടുള്ളതാണ്. കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും കേസിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു വരുന്ന ലൈറ്റ് റേസ് ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നതായിട്ട് തോന്നും. അതാണ് കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ബി പാർട്ട്, റൈറ്റ് ദി ഫിനോമിനൻ റിലേറ്റഡ് ടു ദി ഇമേജ് ഫോർമേഷൻ ബൈ എ ലെൻസ്. ഇമേജ് ഫോർമേഷൻ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇപ്പോ സാധാരണ ലാബിലൊക്കെ ചെയ്യുമ്പോഴേക്കും എയറും ലെൻസും വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ എയറും ഗ്ലാസും 2 മീഡിയങ്ങളാണ് അല്ലെ. പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? റിഫ്രാക്ഷൻ. സോ റിഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഇമേജ് ഫോർമേഷനെ നമുക്ക് ലെൻസിന്റെ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക. സി പാർട്ട്, a convex lens of focal length 10 cm is combined with a concave lens of focal length 15 cm. Find the focal length of the combination. അപ്പം കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ 1/f = 1/f1 + 1/f2 എന്ന് എടുക്കാം. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് എന്നും കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് എന്നും ആണ് എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 1/f = 1/10 + 1/-15 എന്ന് കിട്ടും. എഫിന്റെ വാല്യൂ കിട്ടുക 30 സെന്റിമീറ്റർ എന്നായിരിക്കും. മിക്ക കുട്ടികളും തെറ്റിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ മൈനസ് ഇട്ടു പോകാൻ മറന്നുപോകും. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് എന്നുള്ളത് ഇടാൻ മറന്നുപോകും. അങ്ങനെയാകുമ്പോൾ ഉത്തരം ശരിക്കും കിട്ടില്ല. സോ ഇവിടെ ഉത്തരം എഫ് = 30 സെന്റിമീറ്റർ എന്നുള്ളതാണ്. നമ്മള് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മോഡൽ എക്സാമിന്റെ ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഉറപ്പായും പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനാവും. എല്ലാ ടോപ്പിക്കുകളും പഠിച്ച് ഫുൾ മാർക്ക് നേടുവാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ആശംസകൾ. 5 മാർക്കിന്റെ 4 ചോദ്യങ്ങളാണുള്ളത്. മാക്സിമം 4 × 5 = 20 മാർക്സ് നേടാം. എഴുതി പഠിച്ച് തയ്യാറെടുത്ത് പോയാൽ വളരെ പെട്ടെന്ന് 20 മാർക്ക് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള 40 മാർക്കിന് വേണ്ടി കൂടുതൽ സമയം എഴുതാൻ കണ്ടെത്താവുന്നതാണ്. 42ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ്? ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഇന്റൻസിറ്റി ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. ഡൈപോളിന്റെ ആക്സിയൽ ലൈൻ അല്ലെങ്കിൽ ഇക്വേറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് 5 മാർക്കിന് എന്തായാലും ഉണ്ടാവും. രണ്ടും പഠിച്ചു വെക്കേണ്ടതാണ്. ഇതുവരെ പഠിക്കാത്തവര് ഞാൻ ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക് 4 ഡൈപോൾ ആ വീഡിയോ ഒന്ന് കാണണം. പഠിച്ചിട്ടുള്ളവര് റിവിഷന് വേണ്ടി എന്റെ വീഡിയോ ക്ലാസ് വീണ്ടും കാണുക. പഠിച്ചതൊക്കെ ഒന്നും കൂടി പഠിക്കാമല്ലോ. We know dipole means two equal and opposite point charges separated by a very small distance. Dipole moment എന്നാൽ എന്താണ്? Dipole moment is a measure of the dipole. It is the product of the magnitude of any one of the charges and the separation between the ends
ENDS, ends of the dipole. അപ്പോ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ ആ ചാർജുകൾക്കിടയിലുള്ള സെപ്പറേഷനും കൂടി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ ഡിറക്ഷൻ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഡിറക്ഷൻ പറയേണ്ടതുണ്ട്. -q ചാർജിൽ നിന്നും +q ചാർജിലേക്കായിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. അതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. AB ആണ് നമ്മുടെ ഡൈപോൾ. +q ചാർജ് എയിലാണ്, -q ചാർജ് ബിയിലാണ്. +qവും -qവും തമ്മിലുള്ള സെപ്പറേഷൻ 2a ആണ്. സെന്റർ ഓഫ് ദി ഡൈപോൾ ഏതാ? O. ഓയിൽ നിന്ന് സ്മോൾ r അകലത്തിൽ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് P. Pയില് +q ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണണം, -q ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണണം. രണ്ടും കൂടി കൂട്ടിയെടുക്കണം. P എന്ന പോയിന്റില് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചിട്ട് അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇക്വേഷൻ F = EQ or E = F/Q. F/Qയിലെ Q എന്നത് +1 കൂളമാണ്. നമ്മുടെ കൂളംസ് ലോ പ്രകാരം E + Q = 1/4πε0 Q/distance². പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് +qവും pയും തമ്മിലുള്ള അകലമാണ്. +qവും pയും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ r - a ആണ്. അതുപോലെ -qവും pയും തമ്മിലുള്ള അകലം r + a ആണ്. ഇക്കാര്യം ഡയഗ്രത്തിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് ഈ +q = 1/4πε0 Q/r - a² along AP. along AP എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ, അപ്പോൾ ഡിറക്ഷൻ പറയേണ്ടതുണ്ട്. +q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ along AP ആണ്. എന്തുകൊണ്ടാണ് along AP എന്ന് പറയുന്നത്? എയിലെ ചാർജ് +q ആണ്, ടെസ്റ്റ് ചാർജും പോസിറ്റീവ് ആണ്. സോ ഡിറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദി ചാർജ്. ഓർ ചാർജുകള് റിപ്പല് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് along AP, എയിൽ നിന്ന് പിയിലേക്ക് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്, റിപ്പൽഷൻ ആയതുകൊണ്ട്. ഇനി ഈ -q എടുക്കുകയാണെങ്കിലോ 1/4πε0 Q/r + a² along PB. along PB വരാൻ കാരണം എന്താണ്? ഡിറക്ഷൻ. ബിക്കോസ് there is attraction between the test positive charge and the negative point charge at B. ഓക്കെ, ഇവിടെ പ്ലസ് ചാർജും അതുപോലെ നെഗറ്റീവ് പോയിന്റ് ചാർജും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് പരിഗണിക്കേണ്ടത്. സോ അട്രാക്ഷൻ വരുമ്പോ പിയിൽ നിന്ന് ബിയിലേക്ക് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. കാര്യങ്ങളെല്ലാം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഈ +qവും ഈ -qവും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഏതിന്റെ മാഗ്നിറ്റ്യൂഡാണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. വലുത് ഏതാണ്? വലുത് E + Q ആണല്ലോ. എന്തുകൊണ്ടത്? r - a എന്ന ഡിനോമിനേറ്ററിൽ വരുന്ന ക്വാണ്ടിറ്റി ഈ -qന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന r + a എന്ന ക്വാണ്ടിറ്റിയേക്കാൾ കുറവാണ്. അപ്പോ ഈ
പ്ലസ് ക്യൂവില് ആണ് ഡിനോമിനേറ്ററില് ചെറിയ ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോ അത് ഈ പ്ലസ് ക്യൂ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് വൈസ് വലുത്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. അപ്പൊ എന്താ കിട്ടുന്നത്? E ഈക്വൽ ടു 1/4πε0 Q by r minus a the whole square minus 1/4πε0 Q by r plus a the whole square ആയിരിക്കും. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ പറയാം. Q by 4πε0 കോമൺ ആണ്. LCM r plus a the whole square into r minus a the whole square ആണ്. അതായത് r plus a into r minus a the whole square, r plus a into r minus a എന്ന് പറഞ്ഞാൽ a plus b into a minus b ഫോർമുല ആണ്, which is a square minus b square. So r square minus a square, പിന്നെ സ്ക്വയർ ഉണ്ട്. അങ്ങനെയാകുമ്പോ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരിക. LCM ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. Therefore E equal to Q by 4πε0 into LCM കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക r plus a the whole square minus r minus a the whole square divided by r square minus a square the whole square ആയിരിക്കും. a plus b the whole square minus a minus b the whole square ആണ്. a square plus 2ab plus b square minus a square minus 2ab plus b square. ആ ഫോമിൽ ആണ് ഇത് കിടക്കുന്നത്. സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ആർ സ്ക്വയർ ക്യാൻസൽ ആയി പോകും, എ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. പിന്നെയുള്ളത് 2ra മൈനസ് ഓഫ് മൈനസ് 2ra, അത് 4ra എന്നാകും. സോ E ഈക്വൽ ടു Q by 4πε0 4ra ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് a സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. പക്ഷെ നമ്മുടെ ഡൈപോൾ മൊമെന്റ് P എന്നത് 2aq ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇയുടെ മാഗ്നിറ്റ്യൂഡ് വരിക 1/4πε0 2pr ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് a സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? കൂടുതലുള്ള E പ്ലസ് ക്യൂവിന്റെ ഡിറക്ഷനായ എലോങ് AP ആയിരിക്കും. ഇനി നമുക്കൊരു അപ്രോക്സിമേഷൻ കൊടുക്കാം. ലെങ്ത് ഓഫ് ദി ഡൈപോൾ 2a എന്നത് വളരെ കുറവാണ്. ഏതിനെ അപേക്ഷിച്ച്? ഡിസ്റ്റൻസ് ആറിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. സോ ആർ മച്ച് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള അപ്രോക്സിമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക E ഈക്വൽ ടു 1/4πε0 2pr ഡിവൈഡഡ് ബൈ r raised to 4, which is equal to 1/4πε0 2p by r cube. ഡിറക്ഷൻ കൂടി പറയുമ്പോൾ E ഈക്വൽ ടു 1/4πε0 2p by r cube along AP. ക്ലിയർ ആണല്ലോ അല്ലെ? 44ാമത്തെ ചോദ്യം എ പാർട്ട്. ഹൗ RMS വാല്യൂ ഓഫ് AC ഈസ് റിലേറ്റഡ് ടു ദ മാക്സിമം വാല്യൂ. RMS വാല്യൂ എന്നാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഇവിടെ വോൾട്ടേജ് ആൻഡ് കറന്റ് ഇവയുടെ മാക്സിമം വാല്യൂ ആയ VM, IM ഇവ VRMS, IRMS ഇവയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഇക്വേഷൻസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. IRMS ഈക്വൽ ടു IM by root 2 ഈക്വൽ ടു 0.707 IM. 1 by root 2ന്റെ വാല്യൂ 0.707 ആണ്. VRMSന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ VRMS ഈക്വൽ ടു VM by root 2 ഈക്വൽ ടു 0.707 VM. എക്സ്പ്രഷൻസിന്റെ ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻസ് എഴുതിയാൽ മാത്രം മതിയാവും. ഇനി ബി പാർട്ട്. With the help of a phasor diagram, explain how current leads the EMF in a capacitive circuit. ഇതിന്റെ ഡെറിവേഷൻ എഴുതി പഠിക്കുമ്പോൾ ഒപ്പം തന്നെ ഇൻഡക്റ്റീവ് സർക്യൂട്ടില് കറന്റ് ലാഗ്സ് ദ EMF എന്നുള്ളതും പഠിച്ചിരിക്കണം.
ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. AC സോഴ്സ് വോൾട്ടേജ് V equal to Vm sin omega t, which is equation 1. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മുടെ ഡെറിവേഷന്റെ തുടക്കം. V equal to Vm sin omega t എന്ന അപ്ലൈഡ് വോൾട്ടേജ് കാരണം നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. T ടൈമിലെ കപ്പാസിറ്ററിന്റെ ചാർജ് Q ആണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ V equal to Q by C എന്ന് പറയാം. V equal to Q by C. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ ഇക്വേഷൻ 1 ഉണ്ട്, ഇക്വേഷൻ 2 ഉണ്ട്. 1ഉം 2ഉം സമവാക്യങ്ങൾ രണ്ടും ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക Vm sin omega t equal to Q by C എന്നതാണ്. Qന്റെ വാല്യൂ എഴുതുമ്പോൾ Q equal to CVm sin omega t. T ഇൻസ്റ്റന്റിലെ കറന്റ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് കറന്റ് കണ്ടുപിടിക്കണം. അതായത് I equal to dq by dt എത്രയാവുമെന്ന് കണ്ടുപിടിക്കണം. Qന് പകരം CVm sin omega t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോ I equal to ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് VCm sin omega t എന്നാകും. ഓക്കെ, ഇവിടെ C കോൺസ്റ്റന്റ് ആണ്. അതുപോലെ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് Vm എന്നതും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാവാ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. d by dt ഓഫ് സൈൻ ഒമേഗ ടി മാത്രം കണ്ടുപിടിച്ചാൽ മതിയാകും. അതായത് സൈൻ ഒമേഗ ടിയെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയാകും. സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്നത് സൈൻ ഒമേഗ ടി മാത്രമാണ്. സിയും വിഎമ്മും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ മാറ്റി എഴുതാം, പുറത്തെഴുതാം. സോ ഐ ഈക്വൽ ടു സി വി എം ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ കോസ് ഒമേഗ ടി ആണ്. അപ്പോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ഐ ഈക്വൽ ടു വി എം കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 1/c ഒമേഗ. ഈ 1/c ഒമേഗ എന്ന് പറയുന്നതിനെ കപ്പാസിറ്റി റിയാക്ടൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, therefore Vm by 1/c ഒമേഗ എന്നത് V by R equal to I ഫോമിലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് Vm by 1/c ഒമേഗ equal to Im, which is the maximum value of current എന്ന് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇക്വേഷൻ അറിയാം, I equal to Im cos omega t. ഓക്കെ, ബട്ട് ഇവിടെ cos omega t സൈൻ്റെ ടേംസിൽ എഴുതുമ്പോൾ sin omega t plus pi by 2. So we have the equation for the current I equal to Im sin omega t plus pi by 2. ഇനി നമുക്ക് ഫേസർ ഡയഗ്രവും ഗ്രാഫും വരയ്ക്കണം, വേവ് ഫോമിന്റെ ഗ്രാഫും വരയ്ക്കണം. ഇവിടെ വോൾട്ടേജ് കാണിച്ചിരിക്കുന്നത് ഒമേഗ T1 എന്ന ഫേസ് ആംഗിളിലാണ്. കറന്റ് വോൾട്ടേജിനേക്കാൾ pi by 2 മുന്നിലാണ്. We say current in a capacitive circuit leads the voltage by a phase pi by 2. ഇവിടെ വോൾട്ടേജിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം കറണ്ട് വരയ്ക്കുന്നതിന്. വേവ് ഫോമും വരച്ച് മനസ്സിലാക്കണം. വേവ് ഫോം വരയ്ക്കുമ്പോഴും ഈ കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. 45ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 90% പബ്ലിക് എക്സാമിന് ഉറപ്പിക്കാവുന്നൊരു ചോദ്യം തന്നെയാണിത്. We have to derive an equation for the refractive index of the material of the prism in terms of the angle of the prism capital A and the minimum deviation capital D. Refractive indexന്റെ എക്സ്പ്രഷൻ നമുക്കറിയാവുന്നതാണ്, n equal to sin A plus D by 2 divided by sin A by 2. ഇതിന്റെ ഡെറിവേഷൻ ആണ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു, എന്നാലും ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കാരണം ഇത് +2 ഫിസിക്സിൽ പഠിക്കുന്ന ഒരാൾക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടാ.
അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെറിവേഷൻ. ഒരുവിധം കുട്ടികൾ എല്ലാവരും പരീക്ഷയ്ക്ക് എഴുതാറുള്ളതാണ്. പഠിക്കണം കേട്ടോ, പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ. നമുക്ക് തുടങ്ങാം. ഇവിടെ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഫേസ് ABC വരച്ചിട്ടുണ്ട്. ഇക്വിലാറ്ററൽ പ്രിസമാണ്, അതായത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. PQ is the incident ray, QR is the refracted ray through the prism, and RS is the emergent ray. Okay. Q, R എന്നീ പോയിന്റുകളിലെ നോർമൽ വരച്ചിരിക്കുന്നത് നോക്കുക. ഇൻസിഡന്റ് റേ PQ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. റിഫ്രാക്റ്റഡ് റേ QR നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 അറ്റ് ദ ഫേസ് AB. AC എന്ന റിഫ്രാക്റ്റിംഗ് ഫേസിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് R2 എന്ന് കാണിച്ചിരിക്കുന്നത്. എമർജന്റ് റേ RS നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എമർജൻസ് സ്മോൾ e എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ക്യൂവിലെയും ആറിലെയും നോർമൽസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ക്യാപിറ്റൽ N. പ്രധാനപ്പെട്ടൊരു ആംഗിൾ പറയാനുള്ളത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ സ്മോൾ d ആണ്. എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മെഷർ ചെയ്യാനാവുക? നീട്ടി വരച്ച ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ സ്മോൾ d അളക്കാനാവും. ലാബില് പ്രിസം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴുള്ള ഡയഗ്രാം തന്നെയാണ് ഇത്. ഇനി AQNR എന്ന ക്വാഡ്രിലാറ്ററൽ നോക്കുക. ആംഗിൾ AQN ഈക്വൽ ടു ആംഗിൾ ARN ഈക്വൽ ടു 90 ഡിഗ്രി. ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ് ആ കാര്യം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആംഗിൾ ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാവുന്നതാണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈക്വൽ ടു 180 ഡിഗ്രി. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇനി നമുക്ക് QNR എന്ന ട്രയാങ്കിൾ നോക്കാം. അവിടെ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈക്വൽ ടു 180 ഡിഗ്രി ആണല്ലോ. എന്താന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം രണ്ട് ഇക്വേഷനും RHS 180 ഡിഗ്രിയാണ്. അപ്പം LHSകളെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആംഗിൾ A ഈക്വൽ ടു R1 പ്ലസ് R2 എന്നാണ്. അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ദി ഇന്റേണൽ ഓപ്പോസിറ്റ് ആംഗിൾസ്. എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഇന്റേണൽ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ തുകയായിട്ടായിരിക്കും വരിക. ഇക്കാര്യം പരിശോധിക്കാനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ട്രയാങ്കിൾ MQR ആണ്. അവിടെ ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ MQR പ്ലസ് ആംഗിൾ MRQ. വാട്ട് ഈസ് ആംഗിൾ MQR? ആംഗിൾ MQR ഈക്വൽ ടു I മൈനസ് R1. ക്ലിയർ ആണല്ലോ അല്ലെ? ആൻഡ് വാട്ട് ഈസ് ആംഗിൾ MRQ? ആംഗിൾ MRQ ഈക്വൽ ടു E മൈനസ് R2. ഓക്കെ. ഇതൊക്കെ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല. ഇനി ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Therefore, angle D equal to I minus R1 plus E minus R2. I plus E ഒരുമിച്ച് എഴുതാം. മൈനസ് ഓഫ് R1 plus R2 എന്ന് എഴുതാം. Therefore, angle D equal to I plus E minus R1 plus R2 ന് പകരം angle A കൊടുക്കാം. That is D equal to I plus E minus A. Mark it as equation number 4. ഇപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നറിയാം. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേരി ചെയ്ത് കൊടുത്ത്
ആംഗിൾ ഓഫ് ഡീവിയേഷൻ മെഷർ ചെയ്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് ഐ ഡി കർവ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്നും വൈ ആക്സിലെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി എന്നും ആക്സിസ് മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് ഐ ഡി കർവിന്റെ ഷേപ്പ് കാണിച്ച് മിനിമം ഡീവിയേഷൻ സ്മോൾ ഡി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ആകുന്നത് എപ്പോഴാണെന്നുള്ളത് ആ കണ്ടീഷൻ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ വരച്ച് കാണിച്ചാൽ മതി. വാല്യൂസ് ഇങ്ങനെ 20, 25, 30 അങ്ങനെയുള്ള വാല്യൂസ് ഒന്നും ഐക്കും ഡിക്കും വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം നിർബന്ധമില്ല. ഗ്രാഫിന്റെ ഷേപ്പ് വരണം എന്നുള്ളതാണ്. ലാബിൽ ചെയ്യുന്ന രീതി പറഞ്ഞു തരാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി, 35 ഡിഗ്രി, 40 ഡിഗ്രി, 45 ഡിഗ്രി, 50 ഡിഗ്രി, 55 ഡിഗ്രി, ഇങ്ങനെ ഒരു 5 or 6 വാല്യൂസിന് നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ പ്രിസം വെച്ച് ചെയ്തിട്ട് അളന്നെടുക്കണം. നമുക്ക് കാണാനാവുക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുന്നതായിട്ടാണ്. കുറഞ്ഞ് ഒരു മിനിമം വാല്യൂലെത്തും, അതിനുശേഷം ആംഗിൾ ഓഫ് ഡീവിയേഷൻ വീണ്ടും കൂടും. ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ള ആംഗിൾ ഓഫ് ഡീവിയേഷന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനിൽ ലൈറ്റ് റേ എങ്ങനെയാണ് പ്രിസത്തിൽ കൂടി പാസ് ചെയ്യുക? ലൈറ്റ് റേ പാസസ് സിമെട്രിക്കലി ത്രൂ ദ പ്രിസം അറ്റ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റലി. ഇനി നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ പറയാം. അതായത് വെൻ സ്മോൾ ഡി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി, R1 ഈക്വൽ ടു R2 ഈക്വൽ ടു സ്മോൾ r ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് I ഈക്വൽ ടു E. അപ്പൊ ഇക്വേഷൻ 3 കൊടുക്കുമ്പോൾ A ഈക്വൽ ടു R എന്ന് നമുക്ക് കിട്ടും. ഓർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R ഈക്വൽ ടു A/2. ഇക്വേഷൻ 4 കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ D ഈക്വൽ ടു 2i മൈനസ് A എന്ന് കിട്ടും, അല്ലെങ്കിൽ I ഈക്വൽ ടു A പ്ലസ് D/2. നമുക്ക് ഈ വാല്യൂസ് എല്ലാം, അതായത് ഐയുടെയും ആറിന്റെയും വാല്യൂസ് സ്നെൽസ് ലോയിൽ അപ്ലൈ ചെയ്യണം. N21 ഈക്വൽ ടു refractive index of the second medium with respect to the first medium equal to sin I by sin R. Iയുടെ വാല്യൂ A plus D/2, Rന്റെ വാല്യൂ A/2. So refractive index N എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ N equal to sin A plus D/2 divided by sin A/2 എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ ഗ്രാഫിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 0 ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഈ വാല്യൂസ് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഐയും ഡിയും ജസ്റ്റ് മെൻഷൻ ചെയ്യുക മാത്രമാണെങ്കിൽ 0 ഫിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അത് മാർക്കിംഗ് എപ്പോഴും വാല്യൂസ് കറക്റ്റ് ആയിരിക്കണം. എക്സ് ആക്സിൽ എടുത്ത അതേ സ്കെയിൽ തന്നെ വേണം വൈ ആക്സിലും എടുക്കാൻ. അപ്പോഴാണ് നമുക്ക് 0 ഫിക്സ് ചെയ്യാനാവുക. വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. HSS റിപ്പോർട്ടറിന്റെ ആൻസർ കീ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ആൻസർ കീ ഉള്ളത് കൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ വളരെ എളുപ്പമുണ്ടായിരുന്നു. ആൻസർ കീ തയ്യാറാക്കിയ ബിനു ബേബി സാറിന് പ്രത്യേകം നന്ദി. നമസ്കാരം.